എനിക്ക് മറ്റൊരു ട്രാവലറെ, ഒരു ലേഡി ട്രാവലറെ ഫസ്റ്റ് ടൈമാണ് കിട്ടുന്നത് കേട്ടോ. അപ്പൊ അതേ പുള്ളിക്കാരി എനിക്ക് വേണ്ടി, ഞാനിങ്ങനെ വ്ലോഗ് ചെയ്തോണ്ട് നിൽക്കുകയാണ്. ജസ്റ്റ് തിരിഞ്ഞു നോക്കിയോ ഒരാൾ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. I passed you. I didn't register immediately, but then I came here and it clicked in my mind. Oh my God! Thank you very much. He's the same person. Thank you very much. It's really inspirational, like doing it on a cycle and stopping at such random places. ഹലോ, നമസ്കാരം. ജോപ്പന്റെ യാത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോഴത്തെ മഹാരാഷ്ട്ര എന്നുള്ള റെജ്വിനെയാണ് നമ്മൾ പരിചയപ്പെട്ടത്. റെജ്വി ഇതേ സിംഗിളായിട്ട് സോളോ റൈഡറാണ്. ഉണ്ടോ, ഇപ്പോൾ പോകാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. കേരളത്തിൽ പോയി ട്രിവാൻഡ്രം മുതൽ യാത്ര ചെയ്ത് മഹാരാഷ്ട്രയ്ക്ക് തിരിച്ചു പോവുകയാണ്. സിംഗിൾ റൈഡർ. അതാണ് പെൺകരുത്ത് എന്ന് പറയുന്നത്. ഈ ഹൈവേയിൽ തന്നെയാണ് പോകുന്നത്. ഓക്കെ ബായ്. ഈ ഹൈവേയിൽ തന്നെയാണ് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത്. മഹാരാഷ്ട്രയിലെ ബോംബെ എന്നുള്ള ആളാണ്. അപ്പോൾ റെജ്വിനെയൊക്കെ പറഞ്ഞു വിട്ടിട്ട് നമ്മൾ പതിയെ കുഞ്ഞിയുടെ അടുത്തോട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ ഏരിയയിലൊക്കെ കൃഷികളും ഉള്ളിലോട്ടുള്ള ഗ്രാമങ്ങളും ഒക്കെ കണ്ടതിന് ശേഷം നമ്മൾ യാത്ര തിരിച്ച് വന്നിരിക്കുകയാണ്. ഹലോ സാർ. മഹാരാഷ്ട്ര വണ്ടികൾ കയറി പോകുന്നുണ്ടോ? MH വണ്ടിയാണ് കൂടുതലും MH വണ്ടികളാണ്. അപ്പോൾ ഞാൻ കുഞ്ഞിയുടെ അടുത്തോട്ട് വന്നു. ഇനി നമ്മൾ യാത്ര തുടരുകയാണ്. നമ്മുടെ യാത്ര കഠിനമായ യാത്രയാണ്. ഓക്കെ. കുഞ്ഞിപ്പെണ്ണ് ഇച്ചിരി നേരം വെയിലും ഉണ്ടായിരുന്നു, അതിൻ്റെ ഒരു ക്ഷീണത്തിലായിരിക്കും. ഓക്കെ, പോകാം. അപ്പോൾ നമ്മൾ ഷിരൂരിലേക്കുള്ള യാത്രയിലാണ്. ഞാൻ കയറി വന്ന വഴികളാണ് ഈ കാണുന്നത്. ആ മലയുടെ അപ്പുറമാണ് ഗോകർണം. ആ ഗോകർണത്തു നിന്നാണ് ഞാനിങ്ങോട്ട് പുറപ്പെട്ടത്. ഈ വഴി പോയി വലത്തോട്ട് പോയൊക്കെയാണ് ഗോകർണത്തിനുള്ള വഴി പോകുന്നത്. അപ്പോൾ ഈ താഴത്തെ വഴികളിലൂടെയാണ് ഞാൻ കയറി വന്നത്. അപ്പോൾ ഇതാണ് ഇവിടെ നിന്നുള്ള കാഴ്ച. നിറയെ തെങ്ങും തോപ്പുകൾ, അപ്പുറത്ത് ഉപ്പുപാടങ്ങൾ, കായൽ, നദി വന്ന് ചേരുന്ന ഭാഗങ്ങൾ, അതുപോലെ തന്നെ കണ്ടൽക്കാടുകൾ ഭയങ്കര ഏരിയ തന്നെ കണ്ടൽക്കാടുകൾക്ക് വേണ്ടി മാറ്റി വച്ചിരിക്കുന്നതുകൊണ്ട് കടലിൻ്റെ ഒരു നേരെയുള്ള ബന്ധം ഇല്ല. കടലിൻ്റെ ഒരു നേരെയുള്ള ബന്ധം കണ്ടൽക്കാടുകൾ തടഞ്ഞു നിർത്തുകയാണ്. വലിയ വേവ്സ് വന്നു കഴിഞ്ഞാൽ അതിനെ തടഞ്ഞു നിർത്താനുള്ള മാർഗമാണ് കണ്ടൽക്കാടുകൾ. അപ്പോൾ ഈ കണ്ടൽക്കാടുകൾക്കിടയിലൂടെയാണ് ഞാൻ വന്നത്. അതുപോലെ തന്നെ ഈ കാണുന്ന തെങ്ങിൻ തോപ്പുകൾക്കിടയിലൂടെയാണ് ഞാൻ വന്നത്. വളരെ മനോഹരമായ കാഴ്ചകളാണ് താഴെ. അതായത് പാടം കൊയ്തിട്ടിരിക്കുന്ന കാഴ്ചകളും അതൊക്കെ നമ്മൾ മുൻപും കണ്ടതാണ്. ഇങ്ങോട്ട് കയറുമ്പോൾ കാണുന്ന കാഴ്ച ഇത് തന്നെയാണ്. അപ്പോൾ ഗോകർണത്തു നിന്നുള്ള വഴികളൊക്കെ വിട്ട് നമ്മൾ ഹൈവേയിലോട്ട് 66 കയറിയിരിക്കുകയാണ്. നമ്മൾ ഷിരൂരിലേക്കാണ്. ഈ ഷിരൂരിന് കുറച്ച് ദിവസമായി നമ്മൾ പറയാൻ തുടങ്ങിയിട്ട്. അതാണ് നമ്മുടെ ലക്ഷ്യസ്ഥാനം. അതുകൊണ്ടാണ് അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങോട്ടേക്കുള്ള ഒരു ഘാട്ട് ഇറങ്ങുകയാണ്. ഇവിടെ നിന്ന് ഗംഗാവാലി പുഴയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഏരിയയുടെ തൊട്ട് താഴെയാണ് സംഭവിച്ചത്. അപ്പോൾ ഗംഗാവാലി പുഴയൊക്കെ ഇവിടുന്ന് ഇപ്പോൾ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. ഗംഗാവാലി ബ്രിഡ്ജിൻ്റെ അടുത്തോട്ടേക്കാണ് നമ്മൾ പോകുന്നത് ആദ്യമേ. അതിന് ശേഷമാണ് കഴിഞ്ഞ വർഷം ലാൻഡ് സ്ലൈഡിങ് ഉണ്ടായ സ്ഥലം. കുറേ ദിവസമായിട്ട് നമുക്ക് 66 ഈ കാഴ്ചകളേ ഉള്ളൂ. ഒരു കയറ്റം കയറുക, പിന്നെ ഒരു ഇറക്കം, ഒരു 3 കിലോമീറ്റർ 4 കിലോമീറ്റർ ഇറങ്ങുക, ഇത് തന്നെ ഒരു വഴി. സൈക്കിളിന് പുറകിലത്തെ ബെയറിങ്ങിന് ചെറിയ കംപ്ലൈൻ്റ് ഉണ്ട്. അതാണ് ഈ സൗണ്ട് കേൾക്കുന്നത്.
ചിലപ്പോൾ ഞാൻ പറയുന്നതൊന്നും കേൾക്കത്തില്ലായിരിക്കും. ഞാൻ അലറുവാണ്. ആന അലറലോ അലറൽ. കാലമായിട്ട് ഒരു പുള്ളർ കാണണം എന്ന് വിചാരിക്കുന്നു. എൻ്റെ ഫ്രണ്ടിൽ ഇപ്പോൾ പോകുന്ന ഒരു പുള്ളർ ദേ ഇവിടെ കിടപ്പുണ്ട്. അത് കാണണം. നീലിനെ മുമ്പോട്ട് കയറ്റാനും പുറകോട്ട് ഇറക്കാനും പറ്റുന്ന പുള്ളർ, വലിയ വലിയ ഹെവി സാധനങ്ങൾ കൊണ്ടുപോകുന്ന പുള്ളർ വേഗം. ഗൾഫിലൊക്കെ വെച്ച് ഒരുപാട് പുള്ളർ കണ്ടിട്ടുണ്ടെങ്കിലും നാട്ടിലൊരു പുള്ളർ കാണുന്നില്ല. തൊട്ടടുത്ത് താണ്ട് കിടക്കും. ഗംഗാവാലി റിവർ. വളരെ ശാന്തമായിട്ട് ഒഴുകുന്ന ഗംഗാവാലി പുഴയാണ് കാണാൻ കഴിയുന്നത്. അതാണ് ലാൻഡ് സ്ലൈഡിങ് നടന്ന ഏരിയ. എൻ്റെ മുമ്പിൽ കാണുന്ന ആ ഏരിയയിലാണ് ലാൻഡ് സ്ലൈഡിങ് നടന്നത്. ഈ പുഴയിലേക്കാണ് 3-4 ലോറികൾ വീണത്. ഇത് കണ്ടോ, ഇവിടം തൊട്ട് അങ്ങ് വരെ ഏതാണ്ട് ആ സൈഡാണ്. അങ്ങറ്റത്ത് കാണുന്ന ആ ലോറികൾ കിടക്കുന്നതിൻ്റെ അപ്പുറത്ത് കാണുന്ന ഏരിയയിലാണ് ഏറ്റവും വലിയ സ്ലൈഡിങ് ഉണ്ടായത്. ഇത് കണ്ടോ, പുഴയെല്ലാം എടുത്തു പോയിരിക്കുന്നത്. ഈ സൈഡും അതുപോലെയൊക്കെ തന്നെ സംഭവിച്ചതാണ്. പുഴയുടെ സൈഡ് വരെ ഞാൻ എത്തിയിട്ടുണ്ട്. പാലത്തിലേക്ക് കയറാൻ പോവുകയാണ്. ഇത് അങ്ങേ സൈഡിലും കാണാം. ഞാനപ്പോൾ സൈക്കിൾ ചവിട്ടി പുഴയുടെ ഇക്കരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇക്കരയിൽ നിന്ന് ആ മണ്ണിടിഞ്ഞതിൻ്റെ ഒരു ഫുൾ വ്യൂ കാണാൻ പറ്റും. അതൊന്ന് എടുക്കാൻ വേണ്ടി വന്നതാണ്. ഇതാണ് ഗംഗാവാലി പുഴ. അന്ന് ഈ മുകൾ ഭാഗം വരെ കയറി വെള്ളം പൊയ്ക്കൊണ്ടിരുന്ന സ്ഥലമാണ്. ഇത് കണ്ടോ, ഇവിടെ നിന്നാൽ നിങ്ങൾക്ക് കാണാം. ഇത് കണ്ടോ, അതാണ് ലാൻഡ് സ്ലൈഡിങ് നടന്ന സ്ഥലം. മൊത്തമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൻ്റെ നടുവിൽ ഇപ്പോഴും മണ്ണ് കിടക്കുന്നത് കാണാം. ആ മുകളിലുള്ള മണ്ണ് മുഴുവൻ ഈ പുഴയിൽ തന്നെയുണ്ട്. ആ മണ്ണ് കിടക്കുന്ന കാണാം. നടുവിൽ മണ്ണ് കിടക്കുന്ന കണ്ടോ. ഇപ്പം എത്ര ശാന്തമായിട്ടാണ് ഈ പുഴ ഒഴുകുന്നത്. പുഴയുടെ കുഴപ്പമല്ല, ഉരുൾപൊട്ടലാണ്. ഒരു പ്രദേശം മുഴുവൻ എടുത്തുപോയ ഉരുൾപൊട്ടൽ. അന്ന് നമ്മൾ കണ്ട ആ പോസ്റ്റ് കണ്ടോ, അവിടെ ആ പോസ്റ്റ് അതുപോലെ തന്നെ ചെരിഞ്ഞ് കിടപ്പുണ്ട്. ഇതുവരെ എടുത്ത് മാറ്റിയിട്ടില്ല. അപ്പോൾ നമ്മൾ നേരെ പോവുകയാണ്. ഇവിടെ നിന്ന് വേറൊരു കാഴ്ചയും കൂടി കാണിക്കാം. ധാരാളം പശുക്കൾ മേയുന്ന ഒരു കാഴ്ച. പാടത്താണ് പശുക്കൾ നിരന്ന് നിന്ന് പുല്ല് തിന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ കണ്ട് നമ്മൾ പോവുകയാണ്. ആദ്യം തെരച്ചിൽ നടത്തിയ സ്ഥലം ഈ മുകളിൽ കാണുന്നതാണ്. അത് കഴിഞ്ഞാണ് താഴത്തെ സ്ഥലത്തിന് വേണ്ടി തെരച്ചിൽ നടത്തിയത്. മേളിൽ വണ്ടി സൈക്കിൾ വെച്ചിട്ട് ബാക്കി നിങ്ങളെ കാണിച്ചു തരാം. അങ്ങനെ ഞാൻ എൻ്റെ ഈ യാത്രയിലെ വലിയൊരു മോഹം ഇവിടെ എത്തണമെന്നുള്ളതായിരുന്നു. അത് സാധിച്ചിരിക്കുകയാണ്. ഗംഗാവാലിയിൽ ആ ലാൻഡ് സ്ലൈഡിങ് ഉണ്ടായ സ്ഥലം ഇതാണ്. ആ സ്ഥലം ഇവിടെ ഈ ഭാഗത്ത് എവിടെയോ ആണ് അർജുൻ വണ്ടി പാർക്ക് ചെയ്തിരുന്നത്.
അത് ഈ പുഴയിലേക്കാണ്. ഈ പുഴയിലേക്കാണത് ആ വണ്ടി ലോഡടക്കം വന്ന് വീണത്. ഇപ്പോഴും ആ നടുക്കൊക്കെ മണ്ണ് പോയി ഒലിച്ച് കിടക്കുന്നത് കാണാം. ഇത് ആ 11 kV ലൈൻ മുകളിലുണ്ടായിരുന്നതാണ്. രണ്ട് മറ്റൊരു ലൈൻ്റെ പോസ്റ്റ് അവിടെ വീണ് കിടക്കുന്നു. ഈ താഴ്ഭാഗത്തായിരുന്നു. ഇവിടെ മുമ്പ് വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിരുന്ന സ്ഥലമാണ്. ഇവിടെ ഈ ഭാഗത്ത് എവിടെയോ. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേനും വായിൽ വെള്ളം പറ്റിപ്പോവുക, ഒന്നും പറയാൻ പറ്റുന്നില്ല. ഏതായാലും നിങ്ങളിതൊക്കെ കാണ്. ഇപ്പോഴത്തെ ആ ലാൻഡ് സ്ലൈഡിങ് നടന്ന സ്ഥലത്തെ അവസ്ഥ ഇപ്പോൾ കണ്ടിട്ട് തന്നെ പേടിയാവുന്നു. അപ്പോൾ അന്നേരം ആ സമയത്തുണ്ടായിരുന്ന ആൾക്കാർ കണ്ട കാഴ്ചകൾ എന്തൊക്കെയായിരിക്കും? അങ്ങേ സൈഡിലൊക്കെ വെള്ളം കയറി പോയതാണ് കേട്ടോ, ആ മുകൾ ഭാഗമൊക്കെ. അപ്പം ഞാനിവിടെ നിന്ന് പോവുകയാണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ സങ്കടമാവും. അപ്പോൾ വരുന്ന വഴിയിൽ കണ്ടതാണ്, കാലി മേയ്ക്കുന്ന ഒരു ആൾക്കാർ. ധാരാളം പശുക്കൾ ഈ പാടത്ത് മേഞ്ഞു നടപ്പുണ്ട്. ഒരുപാട് പശുക്കളുണ്ട്. അപ്പോൾ അവയെല്ലാം കണ്ടുകൊണ്ട് നമ്മൾ പതിയെ മുന്നോട്ട് പോവുകയാണ്. അങ്കോളയ്ക്കാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ആ ഘാട്ടൊക്കെ കയറി വേണം എനിക്ക് പോകാൻ ഹംപിക്ക്. ഹംപി നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ ഹംപിയാണ്. അപ്പോൾ ഏകദേശം 350 കിലോമീറ്ററോളം ഹംപിക്കുണ്ട്. ഒരു 5 ദിവസം കൊണ്ട് എത്താമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സാധിക്കുമെങ്കിൽ 5 ദിവസം കൊണ്ട് എത്തും, അല്ലെങ്കിൽ 5-6 ദിവസം എടുക്കും. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ തമിഴ്നാടിൻ്റെ ഒരു ഏരിയയിലേക്കാണ് പോകുന്നത്. ഹംപി പോയി എല്ലാം കണ്ട്, ക്ഷേത്രനഗരി എല്ലാം കണ്ട് നമുക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം 300 കിലോമീറ്റർ, ഏകദേശം 5 ദിവസത്തെ യാത്രയുണ്ട്. ഒരു 60 കിലോമീറ്ററിൽ ഒരു ദിവസം ചവിട്ടാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. രാവിലെ തൊട്ട് രാത്രി വരെ ചവിട്ടിയാൽ. പിന്നെ കിടക്കാനുള്ള സൗകര്യങ്ങളാണ് ബുദ്ധിമുട്ട്. കാരണം കൂടുതലും കാട് പ്രദേശമാണ്, സൂക്ഷിക്കേണ്ട സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ശ്രമിച്ചു നോക്കാം. അപ്പോൾ ശരി, നമ്മുടെ യാത്ര മുന്നോട്ട് പോവുകയാണ്. അപ്പം നാഷണൽ ഹൈവേ 66 നിന്നും നമ്മൾ ഇത്ര നേരം വന്നത്, കേരളത്തിൽ നിന്ന് തന്നെ വന്നത് 66-ലൂടെയാണ്. അപ്പോൾ 66-ൽ നിന്നും നമ്മൾ മറ്റൊരു ഹൈവേ മാറുകയാണ്. നാഷണൽ ഹൈവേ 52-ലോട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടുന്ന് വലത്തോട്ടാണ് നമ്മൾ ഇത് നാഷണൽ ഹൈവേ 52-ലോട്ട് മാറുകയാണ്. ഹുബാലി ഹംപി റോഡാണ്. ഹുബാലിയിലേക്കാണ് പോകുന്നത്. ഇനി വളരെ സൂക്ഷിച്ച് വേണം ടേൺ ചെയ്യാൻ, അല്ലെങ്കിൽ പണി കിട്ടും. പണി വെറും പണിയല്ല, പാലും വെള്ളത്തിലെ പണി കിട്ടും കേട്ടോ. ഒരു നോട്ടമില്ലാത്ത പോക്കാണ്. ആ പുള്ളി തിരിഞ്ഞു കഴിഞ്ഞാൽ ഞാനും തിരിയും കണ്ടോ. ഓരോരുത്തന്മാരൊക്കെ റോങ് കയറി വരുന്നതുകൊണ്ടാ. നല്ല സ്നേഹമുള്ള ആൾക്കാരാണ് കേട്ടോ ലോറിക്കാർ. ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വഴിയെല്ലാം ചോദിച്ചാൽ പറഞ്ഞു തരും. നമുക്ക് അങ്ങനെ ഒരുപാട് ഉപകാരങ്ങൾ ലോറിക്കാരിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇനി അങ്ങോട്ടുള്ള വഴിയിലും ലോറിക്കാർ നമ്മളെ ഹെൽപ്പ് ചെയ്യുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. ഇനി അങ്ങോട്ട് കാടും മലയും ഒക്കെ താണ്ടിയുള്ള യാത്രയാണ്.
വളരെ സൂക്ഷിച്ചു പോയില്ലെങ്കിൽ പണി കിട്ടുന്ന യാത്ര. ഫോറിനേഴ്സൊക്കെ തരങ്ങും വിലങ്ങും ഓട്ടോറിക്ഷയായിട്ട് പോകുന്നു. തീരത്ത് തരുമോ ഒരു ജന്മം. ഊട്ടി 439, കുബാലി 135. അപ്പം 135 കിലോമീറ്റർ ചവിട്ടാൻ ഒരു 4 ദിവസം. അപ്പം നമ്മൾ പോകുന്നത് ഒരു ഗ്രാമപ്രദേശത്തുകൂടിയാണ്. തികച്ചും വിജനമായ റോഡ്. ഇവിടെ ഇലക്ട്രിക് ലൈൻ്റെ ഒക്കെ പവർ ഹൗസൊക്കെ കാണാം ഇടത്തുവശത്ത്. ചവിട്ടിയിട്ട് നീങ്ങാത്ത ഇപ്പം നീങ്ങുന്നുണ്ടോ? കാറ്റ് ലേശം കൂടി അടിക്കണം എന്ന് തോന്നുന്നു. കാറ്റടിച്ചത് ശരിയായില്ല. ഇന്നത്തെ പോലെ ചവിട്ടിന് സുഖം കിട്ടുന്നില്ല. ചിലപ്പോൾ എൻ്റെ ശക്തി കുറഞ്ഞിട്ടായിരിക്കും. ഉച്ച കഴിയുമ്പോൾ അല്ലെങ്കിലും ശക്തി കുറവാണ്. എന്നാ പറ്റുന്നതെന്നറിയില്ല. രാവിലെ ചവിട്ടുന്നതുകൊണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ആകെ അരമണിക്കൂറേ റെസ്റ്റ് ചെയ്തുള്ളൂ. പിന്നെ അതുകൂടാതെ ഇതും കിട്ടി. ഇന്നലെ ഒടുക്കത്തെ കൊതുകുകടിയായിരുന്നു. ഞാൻ ടെൻ്റൊന്നും അടിച്ചില്ലായിരുന്നു. അവിടെ ഒരു മഠത്തിൻ്റെ സൈഡിലാണ് കിടന്നത്. ഒടുക്കത്തെ കൊതുകുകടി, അതും ക്യാൻറ്റീൻ്റെ സൈഡ്. कैसा है? अच्छा। അവരൊക്കെ റോഡ് പണിയുടെ ആൾക്കാരാണ്. അപ്പത്തെ നമ്മൾ ഒരു വനപ്രദേശത്തുകൂടിയാണ് യാത്ര ചെയ്യുന്നത്. ഇനി അങ്ങോട്ട് വീടുകളോ ഒന്നുമില്ല. 2 സൈഡും കാട് മാത്രം തന്നെ. ആരെവിടെ നിന്ന് ചാടി വന്നാലും നമ്മൾ നേരിടാൻ തയ്യാറായിട്ടാണ് പോകുന്നത്. ഇവിടെ ഒരു ഗുണമുണ്ട് കേട്ടോ. ഒരൊറ്റ മനുഷ്യൻ്റെ വണ്ടിയിലും നമ്പർ പ്ലേറ്റ് ഇല്ല. ഒന്ന് തട്ടിയിട്ട് പോയാൽ പോലും അറിയില്ല. ഇവിടെ ഒരു നേരെ നാഗദേവങ്കതയുടെ ഒരു ക്ഷേത്രം അടുത്ത വശത്തുണ്ട്. അതല്ലാതെ വേറെ ഒന്നും ഈ നാട്ടിലേ ഇല്ല. അപ്പോൾ ഇങ്ങനെ ചവിട്ടി ചവിട്ടി പോവുകയാണ്. ബാക്കിയൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാം. ഇടത്തുവശം മൊത്തം കാടാണ്. അവിടെയൊന്നും ഒരു മനുഷ്യക്കുഞ്ഞുമില്ല. വലത്തുവശത്ത് അവിടെ എവിടെയൊക്കെ മാന്തോപ്പ് കാണുന്നുണ്ട്. അവിടെ എവിടെയൊക്കെ വീടുകൾ കാണുന്നുണ്ട്. നദിയൊക്കെ വറ്റി വരണ്ട്. അരുവികളുണ്ട്, ധാരാളം അരുവികൾ. പോവാണ്. ഇവിടെ ഒരു ചെറിയ നമ്മുടെ അജ്മീറിന് പോയിട്ട് വന്ന നമ്മുടെ മലയാളീസിൻ്റെ വണ്ടി ടയർ പൊട്ടിയായിരുന്നു. അപ്പോൾ അതൊന്ന് എല്ലാ ഹെൽപ്പും വേണമെന്ന് അറിയാൻ വേണ്ടിയാണെന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ ഒരു വിവരം കിട്ടി, താഴെ മലയാളീസിൻ്റെ ഹോട്ടലുണ്ടെന്ന്. ഹോട്ടൽ തരങ്ക് ഫാമിലി റെസ്റ്റോറൻറ്റ്, സീ ഫുഡ് സ്പെഷ്യൽ എന്നൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ട് ചെന്ന് നോക്കാം. 150 മീറ്ററാണ് കാണിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ ചെന്ന് കഴിഞ്ഞാൽ ഇന്ന് അവിടെ കിടക്കാൻ പറ്റുമോ എന്നറിയില്ല. ഒന്ന് ചോദിച്ച് നോക്കാം. നേരത്തേക്കാലും നല്ല ക്ഷീണമുണ്ട്. ഇന്ന് കുറേ കിലോമീറ്റർ ചവിട്ടിയതാണ്. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. നേരത്തേക്കാലും ചെന്ന് നോക്കാം. വീടുകളൊക്കെയാണ് മൊത്തത്തിൽ. അങ്ങനെ നമ്മൾ ഹോട്ടൽ തരങ്കിൻ്റെ മുമ്പിൽ എത്തിയിട്ടുണ്ട്. നോക്കട്ടെ, ഹോട്ടൽ തരങ്ക് ഇവിടെയല്ലേ?
ന്യൂ ഫാമിലി റെസ്റ്റോറൻറ്റ്. ഇതാണോ തരംഗ? ഇത് തന്നെ തരംഗ. ഒരു ചായ കുടിക്കുക. തരംഗത്തിൽ വന്നിട്ടൊരു ചായ കുടിക്കലെന്ന് പറയാം. ചേട്ടാ വെജിറ്റേറിയൻ പ്യൂർ വെജിറ്റേറിയനും ഒന്നും വേണ്ട, എനിക്കൊരു ചായ കിട്ടും എന്നറിയാൻ ഇവിടെയൊക്കെ കിടക്കാൻ സ്ഥലമുണ്ടെന്ന്. ഞാനിവിടെ എവിടെയും ടെൻ്റടിക്കും.